ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ 2 of Wands ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Five of Swords വന്നിട്ടുണ്ട്. Four of Pentacles. Four of Coins. കോയിൻസ് എന്ന് പറഞ്ഞ പെൻഡക്കിൾ ആണ്. സാമ്പത്തികം. ഇവിടെ ജഡ്ജ്മെന്റ്. ക്യൂൻ ഓഫ് കോയിൻസ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ. Three of Cups. The Fool. Four of Cups. Six of Cups. Three of Coins. The Devil. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 of Wands ആണ്. 6 of Wands എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു സർവകാര്യ വിജയം വരുന്നുണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു വിജയം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ആരൊക്കെയോ റിവാർഡുകൾ വാങ്ങിക്കുന്ന, നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിവാർഡ്, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 2 of Wands ആണ്. 2 of Wands എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ മുഴുകി ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. ഒരുപാട് കാര്യങ്ങളിൽ മുഴുകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടു പോയിട്ടുള്ള ആൾക്കാരാവാം. അല്ലെങ്കിൽ അവർ വന്നിട്ട് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ വരുന്നോ എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും എത്രയോ ഇവിടെ ആവേശത്തോടു കൂടി Wands ആണ് വന്നിരിക്കുന്നത്. Wands ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ കാത്തിരിപ്പാണ്. കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പ് വളരെയധികം സന്തോഷം തരുന്നതാണ്. കാരണം ഒരുപാട് നിങ്ങൾ സ്നേഹിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോബ് ആയിരിക്കാം. മനസ്സിലായില്ലേ? അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും, ചിലപ്പോൾ ഫിനാൻസ് കാര്യങ്ങളിലാവാം, എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ഈ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ല, ഒരു ഗുഡ് ന്യൂസ് ഇവിടെ തൊട്ട് താഴെ വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. അതിനുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒരു സെലിബ്രേഷന് വേണ്ടി, ഒരു ആഘോഷത്തിനുള്ള സാഹചര്യം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ജോലി കിട്ടുന്നതായിരിക്കാം. നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ 3 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ, നീയാണ് എന്റെ ലോകം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി ഇല്ല എങ്കിൽ എനിക്ക് എന്റെ ജീവിതം സഫലമാവില്ല എന്ന്, ജോലിക്കാര്യമായാലും സാമ്പത്തികമായാലും എന്തിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അവിടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ലഭിച്ചിട്ട് ആണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന ഉടനെ എന്താണ്, നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് എനർജി. കാരണം നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന എനർജി. മറ്റുള്ളവരെ നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളായിരിക്കും അവിടെ വിജയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തോ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ തട്ടിമാറ്റി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് അടുത്ത് വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്സാമർഥ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ അവർ അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാലും നിങ്ങളാണ് ഇവിടെ ജയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിവിടെ പ്രയത്നിക്കുന്നുണ്ട് ഒരു വിജയത്തിന് വേണ്ടി. അതാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. 4 ഓഫ് കോയിൻസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ 4 ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരികയാണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു 5 ഓഫ് സോർഡിന്റെ എനർജിയിൽ ഇവിടെ ദ ഫൂളാണ് വന്നിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയിയാകാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അവിടെ നിന്നും നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു. കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു, ദൈവത്തിലെ വിശ്വസിക്കുന്നു. ഉറച്ച വിശ്വാസം ദൈവത്തോട്. മനസ്സിലായില്ലേ? ഉറച്ച വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തോടെ. ഇവിടെ എല്ലാം ഉണ്ട്. പ്രപഞ്ചം എന്നെ നോക്കിക്കൊള്ളൂ, യൂണിവേഴ്സ് എന്നെ നോക്കിക്കൊള്ളൂ, എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും യൂണിവേഴ്സ് എന്നോടൊപ്പം കാണൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിന്ന് നിങ്ങൾ നല്ല സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. കണ്ടില്ലേ? ഒരു മാറ്റം, തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കോയിൻസ് വന്നിരിക്കുന്നു. ഇവിടെ പെന്റക്കിളാണ്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ 3 ഓഫ് കപ്സ്, കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. എല്ലാ വിധത്തിലുള്ള എനർജീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പിന്നീട് പറയുന്നത് എന്താണ്, 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ വേണ്ടി, ഒരു അവസരം വരാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ അവസരങ്ങളുണ്ട്. ഇവിടെ അതൊന്നും കാണാതെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ മൈൻഡ് മുഴുവനും നെഗറ്റിവിറ്റിയാണ്. നെഗറ്റീവായുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കണ്ണ് കണ്ടിട്ട് വേണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടു തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ സ്വീകരിക്കാതെ ഇരിക്കുന്നു.
എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കൂ എന്ന് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട്. പക്ഷെ അതുപോലും കാണാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും? അപ്പോൾ പിന്നെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നത് എന്താണ്? എന്തു വന്നാലും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. നെഗറ്റീവാണോ പോസിറ്റീവാണോ വരുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. സ്വീകരിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് കടക്കുക. അതിലൂടെ മുന്നോട്ട് കടന്നിട്ട് വേണ്ടാത്തതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ തന്നെ നിരാശയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിലും അവർ തീർച്ചയായിട്ടും വരും. കാരണം 6 of Cups ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിരാശ അനുഭവിക്കുന്നത് ഏതൊരു കാര്യമാണോ, ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധിച്ച കാര്യമായിരിക്കണം, ഇവിടെ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പിരിഞ്ഞു പോയവർ തിരികെ വരുന്നുണ്ട്. ഇവിടെയും കാത്തിരിക്കുന്നവർ വരും, തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ ഇവിടെയും അങ്ങനെയാണ്. 6 of Cups ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെയും ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു, സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാം. ഇവിടെ അങ്ങനെയാണ് ഇവിടെ മാറ്റം വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്. കണ്ടില്ലേ? അപ്പോഴാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് അടുത്തു വരുന്നത്, സ്നേഹം നിങ്ങളിലേക്ക് വരും. ഇതെല്ലാം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്നു. അവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നു. കണ്ടില്ലേ? ജഡ്ജ്മെന്റ് ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് എപ്പോഴാണ്? ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്നാണ് ഒരു ഉൾവിളികൾ ഉണ്ടാകുന്നത്, ഇൻഡ്യൂഷൻ പവർ കിട്ടുന്നത്. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവർ നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ പ്രയത്നിച്ചിട്ടുണ്ടാകും, അതുപോലെ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പവറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. ഇത് ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് നിങ്ങളുടെ ഭൂമധ്യത്തിൽ. മനസ്സിലായില്ലേ? ഇരു പുരുകങ്ങൾക്കും മധ്യയുള്ള ഇടത്താണ് നിങ്ങളുടെ തേർഡ് ഐ ചക്ര സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ചക്രയിലേക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പ്രകാശം കണ്ടില്ലേ? അവിടെ നിന്നൊരു പ്രകാശം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്രകാശം കാണുമ്പോൾ തന്നെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും, മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ തന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ബോധമുണ്ടാവുന്നത്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. മുന്നോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്താണ്? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നല്ലൊരു സക്സസിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം ഇവിടെ വരും, വരാതെ പറ്റില്ല. നല്ല ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. ഈ ഒരു സക്സസിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് നേടിയെടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കി എടുക്കാം, ക്രൗൺ ചക്ര ആക്റ്റീവ് ആക്കി എടുക്കാം. പ്രപഞ്ച സത്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. പ്രപഞ്ച സത്യം അറിയുന്നതോടുകൂടി മനസ്സിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും തൂത്ത് മായ്ക്കാൻ സാധിക്കും. പോയി കിട്ടും. ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഇവിടെ 6 of Cups ആണ്. കണ്ടില്ലേ? സ്നേഹത്തിനൊരു മാറ്റം വരികയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. എത്ര നിഷ്കളങ്കമായ സ്നേഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം നിങ്ങൾ കുഞ്ഞിനെ പോലെ അവരെ സ്നേഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഒരു കുഞ്ഞിനെ പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം, കളങ്കമില്ലാത്ത സ്നേഹം. അപ്പോൾ അങ്ങനെ നിങ്ങളിൽ നിന്നും ആര് പിരിഞ്ഞു പോയിട്ടുണ്ടോ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം പെറ്റായിട്ട് വളർത്തിയിരിക്കുന്നത് ചില ആനിമൽസ് ആവാം. മനസ്സിലായില്ലേ? അതും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാവാം, ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ആരുമാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ആരുമാകാം. വളരെയധികം സ്നേഹത്തോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്ന ഒരവസ്ഥ.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ പാസ്റ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് മോശകരമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന ചെയ്തിട്ട് മുന്നോട്ട് വരികയാണ്. ഇവിടെ കണ്ടില്ല ഡബിൾ എനർജി. ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്. മറ്റുള്ളവരുടെ അടിമയ്ക്ക് കഴിയുന്ന ഒരു സ്വഭാവം അല്ലെ, മറ്റുള്ളവരുടെ അടിമയായി കഴിയുകയാണ്. ഒരുപാട് കാരണം ചെയ്യാത്ത തെറ്റുകൾ ചെയ്യുകയാണ്. ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കുന്നു. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വരാതെ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണം. പിന്നീടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം സമൃദ്ധിയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാകാം നിങ്ങളുടേത്. അവിടെ മറ്റൊരാൾ കടന്നു വന്ന ഒരു നെഗറ്റീവ് എനർജി അവിടെ കടന്നു വന്നിരിക്കുന്നു. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഫിനാൻസ് പരമായ നഷ്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ മാനക്കേട്, നാണക്കേട്, ധനം നഷ്ടം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഡിവോഴ്സ് പരമായ കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, കേസ്, കോടതി, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവണം ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ കുറെ കാലം നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ്, ഇവിടെ ജഡ്ജ്മെന്റ് വരും, ഒരു ന്യായവിധി വരും, സത്യാവസ്ഥയ്ക്ക് മനസ്സിലുള്ള ഒരു റിസൾട്ട് വരുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് കളങ്കമില്ലാതെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെന്റ് വരും നിങ്ങൾക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. ഏതൊരു കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്നത്, ചില കോടതി കേസുകൾ, ഭൂമി സംബന്ധമായ കേസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളിൽ നിങ്ങളെ മറ്റുള്ളവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ഒരുപാട് ദൈവാനുഗ്രഹം സിദ്ധിച്ചിട്ട് മുന്നോട്ട് വരികയാണ്. ദൈവാനുഗ്രഹം സിദ്ധിച്ച് മുന്നോട്ട് വരുന്നതാണ് ഇവിടെ. നിങ്ങളുടെ ഉൾവിളികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള സാധ്യതയാണിത്. മനസ്സിലായില്ല? അതുപോലെ നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന ദൈവം കേട്ടിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഇവിടെ നിന്ന് രണ്ടാമതൊരു ജന്മത്തിലേക്ക്. അങ്ങനെയാണ് ഈ ഒരു ന്യായവിധി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാമ്പത്തികം നേടാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ നിങ്ങൾ പുതിയതായിട്ടൊരു ജോലി നേടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ജോലി ചെയ്തിട്ട് നിങ്ങൾ അതിലൂടെ കൂടുതൽ മണി ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് കോയിൻസും വന്നിട്ടുണ്ട്. ടീം വർക്ക് ചെയ്ത നിങ്ങൾ, മനസ്സിലായില്ലേ? ടീം വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ, കൂടിച്ചേർന്ന് 2-3 പേർ കൂടിച്ചേർന്ന് പരിശ്രമിക്കുകയാണ്. ചിലപ്പോൾ ഒരുപാട് ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടാകാം. അവിടെ 2-3 പേർ ചേർന്നിട്ട് വേണം അത് തുടങ്ങി വയ്ക്കാൻ. അങ്ങനെയുള്ള ഒരു ലൈഫിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അത്തരം ഒരു അവസ്ഥയിലൂടെ, ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ വീട്ടിലൂണ് പോലെയുള്ള ഹോട്ടൽ സംരംഭമാവാം. എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ള ക്വീൻ ഓഫ് കോയിൻസ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിട്ടാണ്. അതുവഴി നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. സമൃദ്ധിയിലേക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള മണി ഏൺ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കമാണ്. നിങ്ങൾ ഒരുപാട് ജോലികളിൽ ഇപ്പോൾ ഓൺലൈൻ വഴി വർക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും ചെറിയ ഷോപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ബ്യൂട്ടി പാർലറുകളാവാം. ഏതൊരു കാര്യത്തിലായാലും, ചിലപ്പോൾ തയ്യൽ കടയാവാം, സ്റ്റിച്ചിങ് ഷോപ്പൊക്കെ. അപ്പോൾ അങ്ങനെ ഏതൊരു കാര്യത്തിലൂടെ ആയാലും നിങ്ങൾക്കിവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പിന്നീട് എന്താണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഭാഗ്യം മാറിമറിയുകയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് മാറിമറിയുന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും സാമ്പത്തികം ലഭിക്കുന്ന എനർജി.
ഒരുപാട് നിങ്ങളുടെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. ഹേർട്ട് ചക്ര ആക്റ്റീവാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് വളരെ നല്ല എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ? പിരിഞ്ഞു പോയവർ വരാൻ വേണ്ടിയുള്ള ശ്രമമാണോ? അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന എനർജിയാണോ? പുതിയ ലവ് പ്രപ്പോസ് ചെയ്യുന്നതാണോ? സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നതാണോ? സോൾമേറ്റുമായിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതാണോ? എന്തായാലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ കഴിയുന്നു. അതുപോലെ ജോലി സംബന്ധമായിട്ട്, കരിയർ സംബന്ധമായിട്ട് ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുക. അതുപോലെ സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി. എവിടെയെങ്കിലും ദൂരെ യാത്ര ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു എനർജി ഉണ്ട്. അതും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. ഏത് കാര്യത്തിന് വേണ്ടിയും വളരെയധികം വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് കൃഷ്ണ സർക്കിൾസ് ന്യൂ ബിഗിനിങ്, ടൈം ടു മൂവ്. ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ്, വെൽക്കം ദ ന്യൂ. കണ്ടില്ലേ, വിച്ച് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ആൻഡ് ഈസ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ. ഇവിടെ പറയുന്ന ന്യൂ ബിഗിനിങ് ആണ്. കണ്ടില്ലേ, ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അത് തന്നെയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു. ഇവിടെ ഫുൾ പറയുന്നത് അത് തന്നെയാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പഴയതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ ഒരു ലൈഫിലേക്ക് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഇവിടെ പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പഴയ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. നെഗറ്റീവായിട്ടുള്ള ഏത് കാര്യത്തെയും നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ മനസ്സിലുള്ള പഴയ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഫോളോ ദ പാത്ത്, ടൈം ടു മൂവ് ഓൺ. കണ്ടില്ല, മുന്നോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കുള്ളൂ, ബാക്കിലേക്ക് പോകണ്ട. എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റ് ലൈഫില് ഉണ്ടായിട്ടുള്ള വൂൺസിനെ ഒന്നും ഓർക്കാൻ പാടില്ല. പെയിൻ, എന്തെങ്കിലും സംഭവങ്ങളുണ്ടായി അവിടെ കിടന്നോട്ടെ, അതിനെല്ലാം ഉപേക്ഷിക്കൂ, മുന്നോട്ട് വരൂ. മുന്നോട്ട് പോകാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്ന ഡിവൈൻ മെസ്സേജാണിത്. കൃഷ്ണ സർക്കിളാണിത്. അപ്പോൾ ബി പോസിറ്റീവ് എന്ന് പറയുന്നു. കണ്ടില്ലേ, ബി പോസിറ്റീവ് എന്ന് പറയുന്നത് നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് ഡിവൈൻ ഇൻ എ ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കളഞ്ഞിട്ട് പുതിയൊരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് സക്സസിനെ കൊണ്ടുതരുന്നത്. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ചിട്ട് നിങ്ങളെ പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചു വരുമ്പോൾ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള തീരുമാനം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഈ ദൈവം തന്നെ നിങ്ങളെ പുതിയ ഒരാളാക്കി മാറ്റിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അത്തരത്തിലുള്ള മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഈ റീഡിംഗ്, ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.